ഇന്നും ഒരു മലയാളം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് എനിക്ക് മലയാളം വീഡിയോ ചെയ്യുമ്പം കുറേ വ്യൂസ് കിട്ടുന്നുണ്ട്, കുറേ ആൾക്കാർ, ലോട്ട് ഓഫ് യു ഗൈസ് ആർ ലവിങ് ഇറ്റ്. സോ എനിക്ക് കൺഫ്യൂഷനാണ്, ലൈക്ക് മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ ആൾക്കാർക്ക് കൂടുതൽ വേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഐ എം ലൈക്ക് എക്സ്പെരിമെൻറ്റിങ് ഇറ്റ്, ലൈക്ക് ഒരു ദിവസം മലയാളം, ഒരു ദിവസം ഇംഗ്ലീഷ് ചെയ്ത് നോക്കുകയാണ് ഏതാ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ അത് ഐ ക്യാൻ കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ്. സോ ഇപ്പോൾ ഞാൻ ഒരു മലയാളം മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി ദിസ് ലുക്ക് വാട്ട് എവർ ഐ ഹാവ് ഓൺ മൈ ഫേസ് റൈറ്റ് നൗ. സോ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താ ചെയ്തത് എന്ന് കാണിച്ചു തരാം ടു ഗെറ്റ് ദിസ് ലുക്ക്. സോ എല്ലാ പ്രോഡക്ട്സും ഞാൻ ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്ന കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെയും ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഷോ മോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലിസ്റ്റും കിട്ടും, പ്രോഡക്ട്സിൻ്റെ ലിസ്റ്റും, അത് വാങ്ങണമെങ്കിൽ അതിൻ്റെ ലിങ്കും എല്ലാം താഴെ ഉണ്ടാവും ഡീറ്റെയിൽസ്. സോ ഇത് ഒരു ഭയങ്കര സിമ്പിൾ മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ്. ഇതൊരു ഗ്ലോയി ഡൂയി ബ്രോൺസി മേക്കപ്പ് ട്യൂട്ടോറിയൽ എന്നൊക്കെ വിളിക്കാം. സോ ദിസ് ഇസ് പെർഫെക്റ്റ് ഫോർ ലൈക്ക് ഇഫ് യു ആർ ഗോയിങ് ഫോർ എ പാർട്ടി ഓർ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോവോ അല്ലെങ്കിൽ വെഡിങ്ങിന് പോവോ, അങ്ങനെ എന്തെങ്കിലും. യു ക്യാൻ ട്രൈ ഇറ്റ് വിത്ത് ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽസ്. ബൈ ദ വേ, ഈ ഹെയർ സ്റ്റൈലൊന്നും ചെയ്യണമെന്നില്ല, ഏത് ഹെയർ സ്റ്റൈലാണെങ്കിലും യു ക്യാൻ ഡു ദിസ് ലുക്ക്. സോ അപ്പോൾ ഞാൻ അധികം സംസാരിക്കുന്നില്ല, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ ചെയ്തതെന്ന് കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യം തന്നെ ഒരു ഫ്രഷ് ഫേസ് ആയിട്ട് തുടങ്ങുക, ഫേസൊക്കെ നല്ലോണം വാഷ് ചെയ്തിട്ട് തുടങ്ങുക. സോ ഞാൻ ആദ്യം യൂസ് ചെയ്യുന്ന ഒലേ സൺസ്ക്രീനാണ്. സോ അതാദ്യം സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ അതാണ് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത്. ആഫ്റ്റർ ദാറ്റ് ഞാൻ മേബിലിൻ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. 310 ആണ് ഷെയ്ഡ്, 330യും എനിക്ക് പറ്റും. 310 ആൻഡ് 330 ഏതാണെങ്കിലും ഈ ഒരു ഡസ്കി സ്കിൻ ടോൺ ആയിട്ടുള്ളവർക്ക് പറ്റും. സോ ഞാനിപ്പോൾ ബ്രഷ് വെച്ചിട്ട് നല്ലോണം അത് ബ്ലെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കൺസീലർ യൂസ് ചെയ്യാണ്. കൺസീലർ LA ഗേൾ പ്രോ കൺസീലറാണ്, എല്ലാ ഡീറ്റെയിൽസും താഴെ ഉണ്ടാവും. സോ ഇപ്പോൾ ഞാൻ ഈ കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക് സർക്കിൾസ് ഹൈഡ് ചെയ്യാനും പിന്നെ ഫേസ് ഹൈലൈറ്റ് ചെയ്യാനുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് തന്നെയാണ് കൺസീലർ ബ്ലെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് ആണെങ്കിലും യൂസ് ചെയ്യാം. എനിക്ക് കൈ വെച്ച് ചെയ്യാനാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നാറ്, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഫൗണ്ടേഷനും കൺസീലറൊക്കെ ലിക്വിഡ് പ്രോഡക്റ്റ്സ് ആണ്. സോ ഈ പൗഡർ വെച്ചിട്ട് അതൊക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അതാകുമ്പോൾ കുറേ നേരം നിൽക്കും. സോ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എൻ്റെ ഫേസ് കോൺടൂർ ചെയ്യാണ്. അതായത് ഒരു മിനി കോൺടൂർ ബ്രോൺസർ ഉണ്ട് ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ, അത് വെച്ചിട്ട് ഞാനിപ്പം ഫേസ് കോൺടൂർ ചെയ്യാണ്. ആൻഡ് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ നല്ലോണം ബ്ലെൻഡ് ചെയ്യാണ്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്ന അനസ്തേഷ്യ ബെവർലി ഹിൽസിൻ്റെ സബ്കൾച്ചർ എന്ന് പറഞ്ഞ ഐഷാഡോ പാലറ്റാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. അതിൽ ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആദ്യം എടുത്തിട്ട് ഒരു ട്രാൻസിഷൻ കളർ പോലെ, അതായത് ആദ്യം ഒരു കണ്ണിനൊരു ഡെപ്ത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡാർക്ക് കളർ ആദ്യം യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കണ്ണിൻ്റെ മേലെ ഇങ്ങനെ ലിഡ്സിൻ്റെ മേലെ ഒരു ബ്രോൺസി ഷിമറി ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. നേരത്തെ യൂസ് ചെയ്ത സെയിം ഡാർക്ക് ബ്രൗൺ കളർ ഞാനിപ്പോൾ കണ്ണിൻ്റെ അടിയിൽ, അതായത് ലാഷ് ലൈനിൻ്റെ അടിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, വാട്ടർ ലൈനിൻ്റെ അടിയിൽ. സോ ബേസിക്കലി ഞാൻ കണ്ണ് എഴുതുന്നതിന് പകരം, അതായത് കാജൽ എഴുതുന്നതിന് പകരം ഈ ഡാർക്ക് ഐ ഷാഡോ ആണ് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ആ ഒരു ഷാർപ്പ് ഫീച്ചേഴ്സ് അല്ലാതെ കുറച്ചുകൂടെ ബ്ലെൻഡഡ് ആയിട്ടുള്ള സ്മോക്കി ആയി ലുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ മിസ് ക്ലെയർ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് എൻ്റെ ഐബ്രോസ് ചെയ്യാണ്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ മേബിലിൻ്റെ മസ്കാര യൂസ് ചെയ്യാണ്. അത് കഴിഞ്ഞ് കണ്ണിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷമാണ് നേരത്തെ നമ്മൾ യൂസ് ചെയ്ത പൗഡർ, അതായത് ഞാൻ ആ പൗഡർ അപ്പോൾ തുടച്ച് കളഞ്ഞില്ലായിരുന്നു, കുറച്ച് നേരം അവിടെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് നല്ലോണം നമ്മുടെ ഫൗണ്ടേഷൻ കൺസീലർ സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ ആ പൗഡർ ഇപ്പോൾ തുടച്ച് കളയാണ്. ആൻഡ് ഫൈനലി ഞാൻ ഇപ്പോൾ ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് നൈക്കയുടെ ഒരു ലിപ്സ്റ്റിക്ക്, ഒരു ന്യൂഡ് ബ്രൗൺ കളർ ലിപ്സ്റ്റിക്കാണ്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് കളർബാറിൻ്റെ ഒരു കൊക്കോ എന്ന് പറഞ്ഞ ഷെയ്ഡിലുള്ള സെയിം കളറാണ് ഓൾമോസ്റ്റ്, ബട്ട് ടെക്സ്ചർ കുറച്ച് ഡിഫറെൻ്റ് ആണ്. കളർബാറിൻ്റെ കുറച്ചുകൂടെ മാറ്റ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മാക്കിൻ്റെ ഒരു ഷിമ്മർ ഹൈലൈറ്ററാണ്. അത് കൈ കൊണ്ട് തന്നെ ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പഞ്ച് യൂസ് ചെയ്യാം.
ഓർ ഈവൻ ബ്രഷ് ആണെങ്കിലും യൂസ് ചെയ്യാം. ഈ ഹൈലൈറ്റർ ഒരു ഭയങ്കര മൈൽഡായിട്ട് പക്ഷെ നല്ലൊരു ഗ്ലോ തരുന്നൊരു ഹൈലൈറ്ററാണ്. ആൻഡ് ഫൈനലി ഞാൻ പാക്കിൻ്റെ ലാഷസ് ഉപയോഗിക്കുകയാണ്. ആൻഡ് ദിസ് ഈസ് അവർ ഫൈനൽ ലുക്ക്. ഇതോടെ നമ്മൾ കംപ്ലീറ്റ് ആയി. സോ ഇറ്റ്സ് വെരി ഈസി, ഭയങ്കര എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയാം ഇഫ് യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ മലയാളി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഈ വീഡിയോസ്. ബിക്കോസ് എനിക്ക് മലയാളി സബ്സ്ക്രൈബേഴ്സ് കുറവാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ആ ഒരു മലയാളി സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മലയാളത്തിൽ വീഡിയോസ് ചെയ്യുന്നത്. എല്ലാ മൺഡേയും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും ഹോപ്പ്ഫുള്ളി. ലാസ്റ്റ് 2 weeks എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ബിക്കോസ് എനിക്ക് വയ്യായിരുന്നു തീരെ. അപ്പം എല്ലാവർക്കും പനിയാണ്, ലൈക്ക് കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാവർക്കും പനിയാണ്. ഭയങ്കര വൈറൽ ഫീവർ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും. So take care you guys, don't get sick, and yeah, subscribe to my channel, and I'll see you guys next Monday. Till then, keep smiling, be happy. I love you guys.